ടു എഡ്യൂപോർട്ട്. അപ്പോൾ റിൻഷിത മിസ്സാണ്. മിസ്സ് വന്നിട്ടുള്ളത് നമ്മുടെ 8th സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രാജാറാം മോഹൻ റായിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രാജാറാം മോഹൻ റായിയെ നോക്കാം അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ് അല്ലേ. രാജാറാം മോഹൻ റായ് ഇനീഷ്യേറ്റഡ് സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ് അല്ലേ. നോക്കിക്കേ, എന്താണ് എപ്പോഴാണ് ജനിക്കുന്നത്? 1772 ബംഗാളിലാണ് അദ്ദേഹം ഇത് ജനിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് എല്ലാ മതത്തിലും എന്തായിരുന്നു? ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം എന്നിവയിലേക്ക് അഗാധമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വെറും ഒരു 6 പോയിന്റ് നമുക്കിതിൽ പഠിക്കാനുള്ള ആ ഒരു 6 പോയിന്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. സോ നോക്കാമല്ലേ എന്തൊക്കെയാണ് അതിൻ്റെ നമ്മുടെ രാജാറാം മോഹൻ റായിയുടെ എന്താണ് പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. എന്താണ്? ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എ അബോളിഷിങ് സതി അല്ലെ. സതി എന്ന് പറയുന്ന ആ ഒരു ദുരാചാരം അല്ലേ, അതായത് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ എന്താണ് ആ ഒരു ചിതയിൽ ചാടി മരിക്കുന്നതിനെയാണ് നമ്മൾ സതി എന്ന് പറയുന്നത് അല്ലേ. സോ ഈ സതി നിർത്തലാക്കിയതിന് എന്താണ് മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ് അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുന്നത്, സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ടു ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിരവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ, മെയിൻ പോയിന്റ് ആണ് ആരാണല്ലേ, ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റായിയുടെ ആണ് ബ്രഹ്മ സമാജം എന്ന് പറയുന്നത്. എന്താണ്? ബ്രഹ്മ സമാജം അല്ലെ. എന്താണ്? ബ്രഹ്മ അല്ലെ, ബ്രഹ്മ. ഓക്കെ, ബ്രഹ്മ. അപ്പോൾ നോക്കിക്കേ, ബ്രഹ്മയിലെ ഫസ്റ്റത്തെ ബ്രഹ്മ സമാജത്തിലെ ഫസ്റ്റത്തെ റായ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താണ് രാജാറാം മോഹൻ റായ് ആണല്ലേ, രാജാറാം മോഹൻ റായ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അങ്ങനെ പഠിച്ചു വെക്കുക. ബ്രഹ്മ സമാജം ആയതാണ് രാജാറാം മോഹൻ റായിയുടെ ആണ് കേട്ടോ. അതേപോലെ തന്നെ എന്താണ് സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് കാൾഡ് ബ്രഹ്മ സമാജം. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് സതി, അതുപോലെ തന്നെ എന്താണ് മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബ്രഹ്മ സമാജം. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ ബാക്കിയുള്ള പോയിന്റ് നോക്കിക്കുക, എന്തൊക്കെയാണ്? ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പൊളിഗമി അല്ലെ. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് ദുരാചാരങ്ങളാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ശൈശവ വിവാഹം, ബഹുഭാരത്യം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ അദ്ദേഹം എന്ത് പോരാടിയിട്ടുണ്ട്. അതുപോലെ പറയുന്നത് ആർഗ്യൂ ദാറ്റ് വുമൻ ഹാവ് ദ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. എന്താണ്? സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശം ഉണ്ടെന്ന് ആര് വാദിച്ചു? നമ്മുടെ രാജാറാം മോഹൻ റായ് വാദിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ പറയുന്നത് നോക്കിക്കേ, എന്താണ്? സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡോലാട്രി ആൻഡ് പോളിറ്റിസം. അതായത് എന്താണ് നമ്മുടെ വിഗ്രഹാരാധനയാണ് ഇത് പറയുന്നത്, നമ്മുടെ ഐഡോലാട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നിലകൊണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എന്താണ് മൂപ്പര് ആദ്യം എന്താണ് അല്ലേ കുറച്ച് പോയിന്റിനെതിരെ അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്നു. ആ പോയിന്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്? ഏതൊക്കെയാ പോയിന്റ് നമുക്കറിയാം. എന്താണ്? ഒന്നെന്ന് പറയുന്നത് സതി അല്ലേ. സതിക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? പോരാടി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പൊളിഗമി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പൊളിഗമി. അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് മാരേജ് അല്ലെ. പൊളിഗമി അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഇതിനൊക്കെ അദ്ദേഹം എന്തിനു എഗെയിൻസ്റ്റ് ആയിരുന്നു അല്ലെ, എഗെയിൻസ്റ്റ് ആയിരുന്നു. അതേപോലെ അത് കൂടാതെ പിന്നെ 3 പോയിന്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് പോയിന്റ് വരുന്നുണ്ടല്ലോ. എന്താണ്? ഐഡോലാരിറ്റി അല്ലെ, വിഗ്രഹാരാധന. അതുപോലെ തന്നെ എന്താ നമ്മുടെ ബഹുദൈവ വിശ്വാസം അല്ലെ, ബഹുദൈവ വിശ്വാസം. അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഏതൊക്കെയാ? സതി, പൊളിഗമി, ചൈൽഡ് മാരേജ്, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം. ഓക്കെ, ഇതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? എഗെയിൻസ്റ്റ് ആയിരുന്നു, എഗെയിൻസ്റ്റ് അല്ലെ. ഇനി അദ്ദേഹം സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് എന്താണ് നമ്മുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. ഇതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്? എന്താണ് നമ്മുടെ നമ്മുടെ എന്താണ് മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇത് 2 പോയിന്റും, അതായത് ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് അല്ലെ, ഇൻഹെറിറ്റൻസ്.
അപ്പോൾ ഈ 2 പോയിന്റും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻഹെറിറ്റൻസ് ഈ 2 പോയിന്റും അദ്ദേഹം എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഈ 5 പോയിന്റും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മെയിൻ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വെറും ഒരു 6 പോയിന്റ് ഉള്ളൂ അല്ലേ നമ്മുടെ രാജാ റാംമോഹൻ റോയുടെ, വെറും ഒരു 6 പോയിന്റ് ഉള്ളൂ. അതിലെന്താണ് ഒരു 5 പോയിന്റ് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിൽ 2 പോയിന്റ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പോയിന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മസമാജം എന്നൊരു എന്താണ് പ്രസ്ഥാനം കൂടെ അദ്ദേഹം എന്തിട്ടുണ്ട്, അദ്ദേഹം ആരംഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 6 പോയിന്റ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഓണം എക്സാമിന് എല്ലാവരും നല്ല സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.